ഞാനിപ്പോ പഴയ ഭരതനല്ല. ക്രിമിനലുകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനും മുതലാളിയും തമ്മിൽ പഴയതുപോലെ ബന്ധമൊന്നും ഇല്ല വിജയേട്ടാ. അയാൾ തല്ലിയെന്ന് അശ്വതി പറഞ്ഞു എന്നോട്. പകരം മുഖമടച്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ആരെ കൊല്ലണമെന്നാ വിജയേട്ടൻ നീ പറയുന്നത്? മറ്റാരെയുമല്ല, വിശ്വംഭരനെ. നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ഓ, എവിടെയാ? ഈ നാട്ടിലല്ല, ടൗണിലാ. ഭാനത് പറഞ്ഞല്ലേ ഒരു ജോലിയുടെ കാര്യം, അത് നിനക്ക് കിട്ടില്ല. ആ കടയുടെ ഉടമസ്ഥൻ ഒരു 5 മിനിറ്റ് മുമ്പ് ചത്തു. കട്ട് ചെയ്തു. അവന് കാര്യം വേണം. ആ ദുഷ്ടനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചേച്ചിക്ക് കഴിയുന്നുണ്ടോ? ഞാനിപ്പോ അഭിനയിച്ച് തകർക്കമായി. സ്നേഹം വാരിക്കൊരു വിളമ്പുന്ന ഭാര്യയായിട്ട്. നീ പൊട്ടിത്തെറിക്കുമ്പോഴും എനിക്ക് ദേഷ്യം തോന്നുന്നില്ല മായ. നീ എന്റെ ആരോ ആണെന്ന് എപ്പോഴും മനസ്സ് പറയുന്നത് പോലെ. ഒരു അനിയത്തിയുടെ സ്നേഹം ഞാൻ വാരിക്കോരി തരൂന്ന് കരുതി ഡയലോഗ് അടിക്കല്ലേ. എനിക്ക് നിങ്ങളെ വെറുപ്പാ. ഇപ്പോഴും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നു. മരിച്ചുപോയ എന്റെ അനിയത്തിയെ ഓർക്കുന്നത് കൊണ്ടാവാം. എവിടെ പോയതായിരുന്നു നീ? ഞാൻ പറയാൻ. അത് പിന്നെ ഞാൻ പുതിയ നുണയൊന്നും ആലോചിച്ച് കണ്ടുപിടിക്കണ്ട. സത്യം പറയേ, എവിടെ പോയതാ നീ? ഞാൻ ചേച്ചിയെ കാണാൻ പോയത്. എത്ര വട്ടം പറഞ്ഞതാ നിന്നോട് അവളെ കാണാൻ പോകരുതെന്ന്? എന്താ പറഞ്ഞാൽ കേൾക്കില്ലെന്ന വാശിയുണ്ടോ നിനക്ക്? അതോ ഏട്ടനെ തോൽപ്പിച്ചിട്ട് സന്തോഷിക്കാനോ? അശ്വതി ചേച്ചി പാവല്ലേ ഏട്ടാ? ആയിരുന്നു പണ്ട്. ഇപ്പോഴവൾ അങ്ങനെയല്ല. അതുകൊണ്ടാ അവള് മരിച്ചുപോയി എന്ന് ഞാൻ എല്ലാവരോടും പറയണത്. ചേച്ചി ഭരതനെ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ലല്ലോ ഏട്ടാ. അറിയില്ലേ? അതെന്താ നീ മാത്രം അറിയാതെ പോയത്? നശിപ്പിച്ചയാള് ജീവിതം കൊടുത്തപ്പോ എല്ലാം മറന്നുകൊണ്ട് അവൾ അവനെ അങ്ങ് സ്വീകരിച്ചു. ഇപ്പൊ ഭരതം മാത്രം മതി അവൾക്ക്. എന്നെയും ശാരദയും വേണ്ട. കണ്ടിട്ടെന്തായി? അവള് നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചോ നിന്നെ? ചേച്ചിക്ക് ഒരുപാട് വിഷമമുണ്ട് ഏട്ടാ. അവൾ എന്തിനാ വിഷമിക്കണേ? ആശിച്ച ജീവിതം കിട്ടിയില്ലേ? നാടറിയുന്ന ഗുണ്ട ഭർത്താവായില്ലേ? ഇഷ്ടം പോലെ കാശ് കിട്ടൂലോ അവന്. സുഖമായി വാഴാലോ കൂടെ. ഏട്ടനെ ഏട്ടത്തിയമ്മയെ ഓർത്ത് ഇപ്പോഴും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ചേച്ചി. നമ്മൾ ചേച്ചിയെ വെറുക്കാൻ പാടില്ല ഏട്ടാ. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ആ മനസ്സ് കാണാൻ പറ്റും. അന്ന് ചേച്ചിയെ സമാധാനിപ്പിക്കാൻ പോലും കഴിഞ്ഞൊന്നും വരില്ല നമുക്ക്. വാശിയും ദേഷ്യവും ഒക്കെ മറന്ന് ഏട്ടൻ ഏട്ടത്തിയമ്മയും കൂട്ടി ചേച്ചിയെ കാണണം. അപ്പൊ ഒരുപാട് സന്തോഷമാവും ചേച്ചിക്ക്. സന്തോഷം ഒരുപാടായാലും നല്ലതല്ല. ഞാനും ശാരദയും ചത്തുപോയാലും അവളെ ഈ പടിക്കകത്ത് കയറ്റരുത്. ഞങ്ങളും അവളെ കാണാൻ പോയില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. നീ പറഞ്ഞല്ലോ ഇപ്പോ അവള് ഞങ്ങളെ ഓർത്ത് കരയുന്നുണ്ടെന്ന്. കരയേണ്ടത് ഞങ്ങളെ ഓർത്തല്ല, ഭരതനെ ഓർത്ത്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടാ മരണം. വൈകാതെ ആരെങ്കിലും ഭരതനെ തല്ലിക്കൊല്ലും. ശത്രുക്കൾ ഒരാളോ രണ്ടുപേരോ അല്ലല്ലോ, ഈ നാട് മുഴുവനുമില്ലേ. കൊല്ലാണ്ടിരിക്കും ആരെങ്കിലും.
വെറുതെ ഒരാശ. നിന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ എന്ന്. അതുകൊണ്ട് ചോദിക്കുക, ഈ കല്യാണം വേണോ മോളെ? വേണം. അവനടുത്ത് നിൽക്കുമ്പോ പണ്ടത്തെ നിലവിളി വീണ്ടും കേൾക്കില്ല നീ? ഇല്ല. അതെന്താ? അതേ ആൾ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഈയിടെയായിട്ട് ദേഷ്യം നിയന്ത്രിക്കാനാവണില്ല മോളെ. മനസ്സാണെങ്കിൽ വരുതിയിൽ നിൽക്കണമില്ല. ആകെപ്പാടൊരു പ്രയാസം. അതിനിടയ്ക്ക് ആ വിശ്വംഭരൻ കണക്കിന് തരുകയും ചെയ്തു. ഇനിയും കിട്ടുമായിരിക്കും അതുപോലുള്ള സമ്മാനങ്ങൾ. ഏട്ടൻ എന്താ ചെയ്യണ്ടേ? ജീവിതം അവസാനിപ്പിക്കണോ? മരിക്കാൻ ഈ ഏട്ടന് പേടിയില്ല. പക്ഷെ ഞാൻ മരിച്ചുപോയാൽ നീയും ശാരദയും തനിച്ചാവില്ലേ? അതുകൊണ്ടാ ജീവിതം അവസാനിപ്പിക്കാൻ പേടി. അങ്ങനൊന്നും പറയില്ല ഏട്ടാ. പണ്ട് ഒരു മുഴം കയറുകൊണ്ട് എല്ലാം തീർത്തേനെ ഈ ഏട്ടൻ. അന്ന് കൂടെ അശ്വതി ഉണ്ടായി, നീ ഉണ്ടായിരുന്നു. ഈ വടിക്ക് പകരം എനിക്കൊരു താങ്ങായി നിങ്ങൾ രണ്ടുപേരും കാണുമെന്ന് ഞാൻ കരുതി മോളെ. പറക്കമുറ്റാറാവുമ്പോ പക്ഷികളെ പോലെ നിങ്ങളും പറന്നു പോകുമെന്ന് അന്നേ ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അശ്വതി പോയില്ലേ, നീയും പോയാലോ എന്നൊരു പറക്കമുറ്റാറാവുമ്പോ പക്ഷികളെ പോലെ നിങ്ങളും പറന്നു പോകുമെന്ന് അന്നേ ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അശ്വതി പോയില്ലേ, നീയും പോയാലോ എന്നൊരു പേടി. എന്റെ ഏട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അത് അശ്വതിയും ഒരുപാട് തവണ പറഞ്ഞിരുന്നു. എന്നിട്ടും അവള് പോയില്ലേ? മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി എന്റെ മോളെ തല്ലില്ല, ഉറപ്പാ. ഇനി തല്ലിയ എന്റെ കൈ ഞാൻ മുറിച്ചു കളഞ്ഞോളാം.
ഇയാൾക്ക് കരയാനൊക്കെ അറിയാമോ? അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താ കണ്ണു നിറഞ്ഞത്? മായ ചീത്ത പറഞ്ഞിട്ടാണോ? ഏയ് അല്ല, ഒന്നുമില്ല. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഞാൻ മരിച്ചുപോയ എൻ്റെ അനിയത്തെപ്പറ്റി ഓർത്തുപോയി. അപ്പോ മായയോട് പറഞ്ഞത് സത്യം തന്നെയാണല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് അശ്വതി. ഇങ്ങനെ എന്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ഉറങ്ങണമെങ്കിൽ ഞാൻ കഥ പറയണം. എനിക്കന്ന് ഒരു കഥ അറിയില്ല അശ്വതി. വെറുതെ എന്തൊക്കെയോ പറയും. അത് മതിയായിരുന്നു അവൾക്ക്. അവൾ എങ്ങനെയാ മരിച്ചത്? മരിച്ചതല്ല, കൊന്നു. അവൾ എങ്ങനെയാ മരിച്ചത്? മരിച്ചതല്ല, കൊന്നതാ. അവള് മാത്രമല്ല, എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ആ ദുഷ്ടന്മാർ കൊന്നു. ആരാ കൊന്നത്? അറിയില്ല. പക്ഷെ അറിയണോ അശ്വതി? ഈ ജന്മം തന്നെ അത് അറിയണം. എന്റെ അനുജത്തി എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അവരിൽ ഒരാളോടെങ്കിലും ചോദിക്കണം. ഈ ജന്മത്തിൽ നിനക്കതറിയാൻ പറ്റില്ല. അതിന് ഇനിയൊരു ജന്മം കൂടി വേണ്ടിവരും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? വിശ്വംഭരനെ കൊല്ലാൻ നിനക്ക് ഇനിയും പണം വേണോ? മായ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ വിജയേട്ടൻ മുതലാളിയെ കൊല്ലണമെന്ന് പറഞ്ഞത്? അതെ. മുതലാളിയെ കൊല്ലാതെ തന്നെ നമുക്ക് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയല്ലോ. എന്താ, അയാളെ കൊല്ലാൻ പറ്റില്ലേ നിനക്ക്? ഇല്ല. എന്നാൽ അധികം സംസാരിക്കണമെന്നില്ല. എനിക്ക് വിജയേട്ടനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടനെന്ന് നീ എന്നെ വിളിക്കരുത്, വിജയനെന്ന് വിളിച്ചോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എതിർക്കുന്നില്ല. ശരി, ഇനി പറ. എനിക്ക് പറയാനുള്ളത് മായയെ പറ്റിയാ. അവളുടെ കാര്യമോർത്ത് നീ പ്രയാസപ്പെടണ്ട. വേറെന്താ പറയാനുള്ളത്? അവളെ ജയകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിന് ഞാനെന്ത് വേണം? അവളും അവനെ സ്നേഹിക്കുന്നുണ്ടോന്ന് അറിയണം. അറിഞ്ഞിട്ട്? രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത്? ആ കല്യാണം അങ്ങ് നടത്തി കൊടുത്തു. നായേ, അശ്വതിയെ പോലെ മായയെ നിനക്ക് വഴിതെറ്റിക്കണം, അല്ലടാ. വിജയേട്ടൻ, ഞാൻ മിണ്ടരുത്. ഒരുത്തിയെ കൊണ്ടുപോയില്ലേ ഈ നെഞ്ചി നടത്തിയെടുത്ത്? അവൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ ഈ ഏട്ടൻ ദുഷ്ടനാണെന്ന്? വിജയേട്ടൻ, ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തവളെയും നിനക്ക് വേണം, വേറൊരുത്തിന് സംബന്ധം ചെയ്തു കൊടുക്കാൻ. ആരാടാ നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത്? നിന്റെ ഭാര്യയാണോ? എന്നാ പോയി പറഞ്ഞേക്ക് അവളോട്, ഈ ഏട്ടൻ ചത്തിട്ട് മായയുടെ കല്യാണം ആലോചിച്ചാൽ മതി. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു സ്വാർത്ഥനാണ്. സ്വന്തം സുഖം മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നീ മിണ്ടരുത് ഭരത. ആകെ തീ പിടിച്ചു നിൽക്കാൻ ഞാൻ. തീ പിടിച്ചെങ്കിൽ കത്തി ചാമ്പലാവട്ടെ, മായ രക്ഷപ്പെടുമല്ലോ. ആ, താങ്ങായി കൂടെയുള്ള അനുജത്തി കല്യാണം കഴിച്ചു പോയ ഒറ്റയ്ക്കായി പോവില്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല നിങ്ങളിപ്പോ. എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കറിയില്ലേ ജയകൃഷ്ണനെ? അയാൾ മായയെ പൊന്നുപോലെ നോക്കുമെന്ന് ആ മനസ്സ് പലതവണ പറഞ്ഞു തന്നിട്ടില്ലേ? ഇനി എപ്പോഴാണ് നിങ്ങൾ മായയുടെ കല്യാണം നടത്താൻ പോകുന്നത്? നിങ്ങൾ ജീവിതം മുഴുവൻ ആസ്വദിച്ച് തീർന്നിട്ടോ, അതോ നിങ്ങളും ഭാര്യയും ചത്തു കഴിഞ്ഞിട്ടോ?
എഴുതാപ്പുറം വായിക്കരുത്. ഞങ്ങളുടെ ജീവനാണ് അവള്. ആ പൊന്നുമോളെ കുരുതി കൊടുക്കാനാ നീ പറയണം. കല്യാണം എന്ന് പറയുന്നത് കുരുതി കൊടുക്കലല്ല. ഇത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം പറയുന്ന. അതേടാ, പക്ഷേ നീ അതിലിടപെടണ്ട. ഇടപെടും. അവൾ എന്റെ അനുജിത്തെയാണ് വിജയേട്ടാ. ആരാ അത് പറഞ്ഞത്? ഭാനുമതിയാണോ? ആരാ പറയേണ്ടത്? ഭാനുമതി എന്തിനാണ് ഈ ചതി ചെയ്തത്? ചതിയോ? എന്ത് ചതി? മായ നിന്റെ അനിയത്തിയാണെന്ന് എങ്ങനെ? അശ്വതിയുടെ അനിയത്തി എന്റെ അനിയത്തിയല്ലേ വിജയേട്ടാ? അവളുടെ കല്യാണം നടത്താൻ എനിക്ക് ചുമതലയില്ല. എന്ത് തീരുമാനിച്ചു? എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം മായയും ജയേഷും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അത് നിങ്ങളുടെ തീരുമാനം. ഇനി ജയകൃഷ്ണന്റെ മായയുടെയും തീരുമാനം അറിയണം. അവർക്കിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിലും ശരി, ഈ കല്യാണം നടന്നിരിക്കും വിജയേട്ടാ. എന്ത് തീരുമാനിച്ചു? എന്താ ചെയ്യേണ്ടെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇനി അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല മായ. തെറ്റായാലും ശരിയായാലും നമ്മളൊരു തീരുമാനം എടുത്തേ തീരൂ. ഏട്ടനെ ധിക്കരിച്ച് ഞാൻ ഇറങ്ങി വന്ന അത് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സത്യം എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് മായയുടെ ഏട്ടന്. എന്നിട്ടും നമ്മുടെ വിവാഹത്തിന് സമ്മതം തരാത്തത് അയാളൊരു നല്ല മനുഷ്യനല്ലാത്തോണ്ട്. ഏട്ടനെ പറ്റി അങ്ങനൊന്നും പറയരുത്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ പിരിയാൻ വിഷമം. കണ്ണടച്ചിരിട്ടാക്കുക വിജയേട്ടൻ. ഞാൻ മായയെ കല്യാണം കഴിച്ച അതെങ്ങനെ വലിയ തെറ്റാവുന്നേ? എന്റെ അമ്മ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, വേറൊരു വീടെടുത്ത് താമസിക്കാന്ന് പറഞ്ഞല്ലേ. എന്നിട്ടും എന്താ വിജയേട്ടൻ ഇങ്ങനെ? അങ്ങനെ വളർത്തിയതാ എന്നെയും അശ്വതി ചേച്ചിയും. ചേച്ചി ഭരതനെ കല്യാണം കഴിച്ചതിന്റെ ഷോക്കിന്ന് ഇപ്പോഴും ഉണർന്നിട്ടില്ല വിജയേട്ടൻ. അശ്വതി ഭരതനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? അവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നില്ല. വിജയേട്ടനും ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. ജയേട്ടനത് പറയാം. ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ ജീവിച്ചതുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ജീവിതമായിരുന്നില്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമായിരുന്നു. അതൊക്കെ എത്ര തവണ കേട്ടതാ ഞാൻ. ആ കഥയിലെ വില്ലനല്ലേ ഇപ്പൊ അശ്വതിയുടെ കൂടെ ഉള്ളത്. അയാൾ പഴയതെല്ലാം മറന്ന് നല്ല മനുഷ്യനായില്ലേ മായ? ഇപ്പൊ അവര് ജീവിക്കുന്നത് കണ്ട ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ വീട്ടിൽ സുഖവും സന്തോഷം ഇല്ലാന്ന്? അതൊരു ജീവിതമല്ല, തീ പിടിച്ച ചേച്ചിയുടെ മനസ്സിന്റെ തിരയിളക്കമാണ്. പുറമേ കാണുന്ന സന്തോഷം ശാശ്വതമല്ല. കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എല്ലാം വിധി പോലെ വരട്ടെ. എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് ഒരു തീരുമാനമെടുക്കാതെ ഒളിച്ചോടുന്നത് ഭീരുത്വമായി. അമ്മയും അച്ഛനെയും അനിയത്തിമാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്റെ മനസ്സ് അതാണ് ശരിയെന്ന് പറഞ്ഞതുകൊണ്ട്. ജയേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വീർപ്പുമുട്ടൽ? മായ്ക്ക് എന്റെ കൂടെ പോന്നൂടെ ഒരു ഉറച്ച തീരുമാനം എടുത്തോണ്ട്? ഏട്ടൻ, ഏട്ടത്തിയമ്മ അറിയാമോ അവരെന്റെ ആരാന്ന്? അറിയാമായേ. അതുകൊണ്ട് അവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ചും ഒരു ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി അവിടെ കഴിയാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഏട്ടൻ. പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ അയാളുടെ ആ മൗനത്തിന്റെ അർത്ഥം അത് തന്നെയാ. എനിക്ക് സുഖവും സമാധാനവും കിട്ടണമെന്ന് മാത്രമേ എന്റെ ഏട്ടൻ ആഗ്രഹിക്കൂ. ഒരിക്കലും എന്റെ കണ്ണു നിറയരുതെന്നേ ഏട്ടത്തിയമ്മ പ്രാർത്ഥിക്കും. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അവരെന്തുകൊണ്ടാ നമ്മുടെ കല്യാണത്തിന് സമ്മതം മൂളാത്തത്? തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലേ? പിന്നെ എന്റെ അമ്മ
അതിനും പരിഹാരമുണ്ടാക്കിയില്ല ഞാൻ. വേറൊരു വീടെടുത്ത് താമസിച്ചോളാന്ന് പറഞ്ഞില്ലേ? മായ, എനിക്കാരെയും ഇനി ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ബോധ്യപ്പെടുത്തേണ്ടത് നീയാണ്, നീ മാത്രം. പറഞ്ഞല്ലോ എന്നെ മിസ് ചെയ്യാൻ പറ്റില്ലെന്ന്. നെഞ്ചിത്തൊട്ട അങ്ങനെ പറഞ്ഞതെങ്കിൽ അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് ഒരിക്കൽ കൂടി ചോദിക്കാൻ ഞാൻ, മായ, നമുക്ക് കല്യാണം കഴിച്ചൂടെ? ഈശ്വരന്മാരുടെ സമ്മതത്തോടെ. ജയേട്ടൻ പറഞ്ഞത് ശരിയാ. ഇവിടെ ഞാൻ ദിവസവും കുമ്പിടുന്ന ഈശ്വരന്റെ സാന്നിധ്യമുണ്ട്. ആ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായില്ല. ഈശ്വരൻ എങ്ങനെ തീരുമാനിക്കും നമ്മുടെ വിവാഹകാര്യം? ഞാൻ ചോദിക്കാൻ പോവാ ഈശ്വരനോട്, ജയകൃഷ്ണനെ കല്യാണം കഴിച്ചോട്ടെ എന്ന്. ഈ തുളസിയില മലർന്നു വീണാൽ ഞാൻ ഇറങ്ങി വരും ജയേട്ടന്റെ ജീവിതത്തിലേക്ക്. കമിഴ്ന്നാണ് വീഴുന്നതെങ്കിൽ ഇവിടെ വെച്ച് നമ്മളെല്ലാം അവസാനിപ്പിക്കും. ഇനി ഞാൻ ജയേട്ടനെ കാണില്ല. നിങ്ങൾ എന്നെ തേടി വരരുത്. സമ്മതമല്ലേ? സമ്മതമല്ലേ? മോളെ, എന്താ അമ്മേ? എന്റെ മോള് വിഷമിക്കരുത്. വിഷമോ? എനിക്കോ? എന്തിന് മോളെ? അത് നമ്മുടെ ജയകൃഷ്ണൻ മായയെ കല്യാണം കഴിച്ചു.
എന്താ എന്തു പറ്റി വിജയേട്ടാ? ശാരദേ, എന്താ പറ. നമ്മുടെ മായമോള് മായമോള് ജയകൃഷ്ണനോടൊപ്പം പോയി ശാരദ. ഈശ്വരാ. അമ്മ അറിഞ്ഞോ? എന്താടി? രണ്ടുപേരും കല്യാണം കഴിച്ചു. നീ ആരുടെ കാര്യ പറയുന്നേ? ജയേട്ടന്റെ മായയുടെ കാര്യം പറഞ്ഞു. അവര് രജിസ്റ്റർ ഓഫീസിൽ വെച്ച കല്യാണം കഴിച്ചത്. തളരില്ലേ മോളെ, നീ തളർന്നാൽ അമ്മയ്ക്ക് വിഷമമാകും. അവൻ മായയെ കല്യാണം കഴിക്കുമെന്ന് നമുക്ക് മുൻപേ അറിയാമായിരുന്നല്ലോ. നിന്നോട് നേരിട്ട് അവൻ പറഞ്ഞിട്ടുമുണ്ട്. നിന്നെ വേണ്ടാന്ന് അവൻ തീരുമാനിച്ചില്ലേ, അതുപോലെ അവനെ വേണ്ടാന്ന് നീയും തീരുമാനിക്കണം. അമ്മയ്ക്ക് സങ്കടമായോ? എന്തിനാ സങ്കടപ്പെടുന്നേ? നിന്നെപ്പറ്റി ഓർത്തിട്ടാ മോളെ. ഞാൻ എന്തെങ്കിലും അവിവേകം കാട്ടുമെന്ന് ഓർത്തിട്ടാണോ? അങ്ങനെയുള്ളൊരു പൊട്ടിപ്പെണ്ണല്ല ഞാൻ. എന്നാലും എനിക്കറിയാം എല്ലാ ദുഃഖവും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് നീ ഇപ്പോൾ ചിരിക്കുന്നതെന്ന്. എന്നെ വേണ്ടാന്ന് പറഞ്ഞ ഒരാളെ ഓർത്തു ഞാൻ എന്തിനാ കരയുന്നേ? പിന്നെ നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? സന്തോഷം വന്നാലും സങ്കടം വന്നാലും എനിക്ക് കരച്ചിലൊരു അറിയില്ലേ? പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? പക്ഷേ ഇപ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ടല്ലെന്ന് അമ്മയ്ക്കറിയാം മോളെ. ഉള്ളിൽ നീ കരയുകയാണ്. അതെന്നെ കാണിക്കാതിരിക്കാൻ നീ ഇപ്പോൾ അഭിനയിക്കുകയാണ്. അമ്മ പറഞ്ഞത് ശരിയാ. എന്ത് കേട്ടാലും തളരരുതെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് ഏട്ടമായ കല്യാണം കഴിച്ചു എന്ന് കേട്ടപ്പോ സാരമില്ല മോളെ, അതൊക്കെ വിധിയാണ്. നമുക്കതൊന്നും തിരുത്താൻ പറ്റില്ല. അമ്മായി സമ്മതിച്ചോ കല്യാണത്തിന്? ശോഭയെ വിളിച്ചു പറഞ്ഞത്. കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് ചോദിക്കാനാ? അമ്മ പറഞ്ഞത് ശരിയാ. എന്ത് ചോദിക്കാനാ? ഏട്ടമായ കല്യാണം കഴിച്ചത് ശരിയാണോന്നോ? അത് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കും മോളെ, യശോദയോട് നിന്നെ എന്തിനാ പിന്നെയും മോഹിപ്പിച്ചതെന്ന്. ജയൻ വന്ന് നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ
നമ്മളും തീരുമാനിച്ചല്ലേ ആ കല്യാണം വേണ്ടെന്ന്. ചേട്ടൻ ഒരിക്കലും എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അനിയത്തിയായി കരുതുന്നല്ലേ പറഞ്ഞത്. അതിന്റെ അർത്ഥം നിന്നെ അവന് വേണ്ടെന്നില്ല. അതവൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അനിയത്തിയുടെ സ്ഥാനത്ത് നീയും ഭാര്യയുടെ സ്ഥാനത്ത് അവളും. അവള് ജയിച്ചു, ഞാൻ തോറ്റു. തോറ്റതല്ല, തോൽപ്പിച്ചതാ. മറ്റാരുമല്ല, യശോദ. ജയൻ മായയെ കല്യാണം കഴിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവളെന്തിനാ നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത്? അവൾക്കറിയില്ലായിരുന്നു ജയകൃഷ്ണൻ നിന്നെ സ്വീകരിക്കില്ലെന്ന്. എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു, പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. എന്തിനാ പറയുന്നേ? പറയാൻ മാത്രം ഞാനാരാ? ആരുമല്ല. സാരമില്ല മോളെ, നീ അവനെ സ്നേഹിച്ചിട്ടില്ലാന്ന് കരുതിയാൽ മതി, എല്ലാ പ്രശ്നവും തീർന്നു. അവനേക്കാൾ മിടുക്കനായ ചെറുക്കനെ ഈ അമ്മ കണ്ടുപിടിക്കും. നീ ഒന്ന് മൂളിയാൽ മതി, ആർഭാടമായിട്ട് അമ്മ ആ കല്യാണം നടത്തും. എന്നാലും മായ സുഖമായി സന്തോഷത്തോടെ ജീവിക്കില്ലേ ജയേട്ടനൊപ്പം? ജീവിച്ചോട്ടെ മോളെ, നമുക്കെന്താ? അങ്ങനെ സമാധാനത്തോടെ അവള് ജീവിച്ചാൽ ഞാൻ ഇത്രയും കാലം ജയേട്ടന് വേണ്ടി കാത്തിരുന്നത് വെറുതെ ആവില്ലേ? അയാളെ കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ ക്ഷമിക്കുമെന്നും മാപ്പ് കൊടുക്കുമെന്നും അവളിപ്പോ കരുതുന്നുണ്ടാവും. നീ ഇതെന്ത് ഭാവിച്ച യമുനെ? കഴുത്തിലൊരു താലി വീണതുകൊണ്ട് മാത്രം ഒരു പെണ്ണ് സുമംഗലിയാവില്ല. അതിന് ഭർത്താവിനോടൊപ്പം ഒരായുഷ്കാലം ജീവിക്കാൻ കഴിയണം. അത് ഞാൻ സമ്മതിക്കില്ല. നീ അവളെ കൊല്ലുമെന്നല്ലേ അമ്മ ചോദിച്ചത്? ഒരിക്കൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നില്ല. പിന്നെ പെട്ടെന്ന് അവള് ചത്തുപോയാ ഞാൻ അനുഭവിച്ച ദുഃഖത്തിന്റെ വ്യാപ്തി അറിയാൻ പറ്റില്ലല്ലോ. ജീവിച്ചിരിക്കണോ അവള് ഒരായുഷ്കാലം മുഴുവൻ? ജയേട്ടന്റെ ഭാര്യയായിട്ടല്ല, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അശരണയായി. അവളെ ജയകൃഷ്ണന്റെ മനസ്സിൽ നിന്ന് അടിച്ചിറക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ഈ ജന്മം പാഴായി പോവില്ലേ? എന്താ ജയകൃഷ്ണ? അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ബോംബ് വല്ലതും ആണോടാ? ബോംബാണോ എന്ന് ചോദിച്ചാൽ ബോംബ് തന്നെയാണ്. വലിയ വീട്ടിലെ യശോദയുടെ മനസ്സിൽ അത് പൊട്ടിത്തെറിക്കും. എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പുറപ്പാടാണല്ലോ. ടെൻഷൻ അടുപ്പിക്കാതെ നീ കാര്യം എന്താണെന്ന് പറ. അച്ഛാ, ഞാൻ മായയെ കല്യാണം കഴിച്ചു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. മായ ഇപ്പോ അവളുടെ ചേച്ചിയുടെ വീട്ടിലുണ്ട്. എങ്ങോട്ട് പോണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്ങോട്ടും പോവാം. മായയുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്. ആര് സമ്മതിച്ചില്ലെങ്കിൽ ഹർഷന്റെ വീട്ടിലേക്ക്, അതോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു തരണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞു നീ. എന്തിനാ അച്ഛൻ പഴഞ്ചൊല്ലും സുഭാഷിതവും ഒക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയല്ലേ? അല്ലടാ. പിന്നെ ഞാനും വരില്ലായിരുന്നോ നിങ്ങളുടെ കല്യാണത്തിന്? നീ പറഞ്ഞതുപോലെ ഇതൊരു ബോംബ് തന്നെയാ. എന്താ സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ ജയകൃഷ്ണ. അറിയാം. എന്നാലും വരണം.
വീട്ടിലേക്ക്. വരാച്ച. എന്തും പ്രതീക്ഷിക്കണം. ചിലപ്പോൾ യശോദ നിങ്ങളെ തല്ലിയിറക്കിയെന്ന് വരും. മായയുടെ ഫോട്ടോ വാങ്ങി അതിലും മാലയിട്ട് വെച്ചെന്ന് വരും. ഇപ്പൊ അവൾ അങ്ങനെ പ്രതികരിക്കൂ. വിഷമിക്കരുത്. കാര്യങ്ങളൊക്കെ സാവകാശം യശോദയെ പറഞ്ഞ് മനസ്സിലാക്കാം. ശരി അച്ഛാ, ശരി. എന്താടാ കൊച്ചു കുട്ടികളെ പോലെ? ഛേ, കണ്ണു തുടങ്ങി. നിങ്ങൾക്ക് ഒരാപത്തും വരില്ല. ധൈര്യമായിട്ട് പോയിക്കോ. എങ്ങോട്ട് വേണമെങ്കിലും. അച്ഛനുണ്ട് കൂടെ. അയ്യോ, പതുക്കെ പോവി ചേട്ടാ, വയ്യാത്തതല്ലേ? വയ്യാത്തത് ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ. വേഗം നടക്ക്. ഇവിടെ നിങ്ങോട്ടെങ്കിലും പോണം. അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങാനെന്നും പറഞ്ഞ് അവനും അവളും കൂടെ പിന്നാലെ വന്നു വരും. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് അവരോട് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണമല്ലോ. അവള് വന്ന് കാൽക്കൽ വീഴുമ്പോ സാരമില്ലാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കണമല്ലോ. അങ്ങനെയല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? എന്നാലും നമ്മളും കൂടി ഉപേക്ഷിച്ച് അവരെങ്ങോട്ട് പോകും വിജേട്ടാ? എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ. കല്യാണം കഴിക്കണതിന് മുമ്പ് അവള് നിന്നെ ഓർത്തോ ശാരദ? നീ ആരാ? അവളുടെ അമ്മയല്ലേ? ഞാൻ ആരാ? എന്നാലും നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ദേ, വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. നമുക്ക് വീട്ടിലോട്ട് പോകാം. അവരിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും. എത്തട്ടെ. വീട്ടിൽ ആരെയും കാണാത്തപ്പോ നമ്മൾ ചത്തുപോയി എന്നും പറഞ്ഞ് തിരിച്ചു പൊക്കോട്ടെ. അവരെങ്ങോട്ട് പോകും? ആ യശോദ വീട്ടിന്റെ വാതിൽ പോലും തുറന്നെന്ന് വരില്ല. കല്യാണം കഴിക്കണതിന് മുമ്പ് ഇതൊന്നും ഓർത്തില്ലല്ലോ അവര്. എവിടേക്കെങ്കിലും പൊക്കോട്ടെ. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? പറ്റും. അശ്വതി ഉപേക്ഷിച്ചില്ലേ, അതുപോലെ ഇതും പറ്റും. നമുക്കിനി ആരുമില്ലല്ലോ ശാരദ. വിജേട്ടാ, വിഷമിക്കരുത്. ആദ്യം പിടിച്ച അസുഖമൊന്നും വരുത്തി വെക്കരുത്. ഇത്രയും നാൾ ജീവിച്ചതിന് അർത്ഥമില്ലാണ്ടായല്ലോ. രണ്ടു പെങ്ങന്മാരും ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ മരിക്കുമായിരുന്നു ഞാൻ. നിനക്ക് വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമായിരുന്നു. വിജയേട്ടന്റെ മനസ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞു പോയല്ലോ അശ്വതിയും മായയും. പോട്ടെ, എല്ലാരും പൊക്കോട്ടെ. നമ്മൾ രണ്ടുപേരും തനിച്ചു മതി ഇവിടെ. ആരെയും ഓർക്കണ്ട. എന്നാലും നമ്മളെ മോള് ജയകൃഷ്ണനെയും കൂട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഒളിച്ചോടുന്നത് ശരിയാണോ വിജയേട്ടാ? വീട്ടിൽ താമസിപ്പിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഒന്ന് അനുഗ്രഹിച്ചൂടെ അവരെ? ദേ, അല്ലെങ്കിൽ ഈ മനസ്സ് വേദനിപ്പിച്ചതിന് ഈശ്വരൻ അവരെ ശിക്ഷിക്കും. ശിക്ഷിക്കട്ടെ, അത് അവരുടെ വിധി. എന്നാലും വാ, നടക്കാം. ചേട്ടാ, ചേട്ടാ, ഏട്ടാ, തെറ്റാണ് ചെയ്തതെന്നറിയാം. എന്നാലും വെറുക്കാൻ പറ്റൂ എന്നെ? കുഞ്ഞുനാളിൽ ഏട്ടന്റെ വിരൽ തുമ്പിൽ പിടിച്ച് പിച്ച വെച്ച് നടന്നതായി മോള്. ഏട്ടത്തിയുടെ നെഞ്ചിന്റെ ചൂടും പറ്റി ഉറങ്ങിയിരുന്നവളാ. ഒരു നിമിഷ നേരത്തേക്ക് എന്റെ മനസ്സ് കൈവിട്ടു പോയി ഏട്ടാ. വിജയേട്ടാ, മായ ചെയ്ത തെറ്റുകൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടി വിജയേട്ടാ. ഇനി ഏട്ടൻ കണ്ടോളൂ, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സുഖങ്ങളും ഞാൻ ഇവൾക്ക് കൊടുക്കും. കുട്ടിക്കാലത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വേദനിപ്പിക്കാതെ ശിക്ഷിക്കാറുണ്ട്. ഇപ്പോഴും ശിക്ഷിച്ചോളൂ. പക്ഷെ എന്നോട് മിണ്ടാതിരിക്കരുത്.
സ്വന്തമായി തീരുമാനമെടുക്കാറായി. വളർത്തി വലുതാക്കി വിട്ടില്ലേ? ഇനി ഇവൾക്ക് നമ്മുടെ ആവശ്യമില്ല. എവിടേക്കെങ്കിലും പോയി ജീവിച്ചോളാം പറ. നമ്മുടെ മോൾ കരയുന്ന കണ്ടില്ലേ? ഈ പെരുവഴിയിൽ വെച്ച് അവളെ ഇങ്ങനെ കരയിക്കല്ലേ. വിജയേട്ടാ, ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഇനി ഇവളെ കരയിക്കരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ എന്റെ ജീവനെ പോലെ നോക്കിക്കോളാം. പക്ഷെ ഒരു കാര്യം, അതോടെ തീർന്നു ഈ ബന്ധം. പിന്നെ അവകാശം പറഞ്ഞ ആരും വരരുത്. ഇവളെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല ഞാൻ. അങ്ങനെ പറയല്ലേ ജയേട്ടാ. ഇതെന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയല്ല, അച്ഛനും ഉമ്മയാണ്. ആ വിചാരം ഇവർക്കില്ലല്ലോ മായ. പറഞ്ഞത് കേട്ടില്ലേ? ജീവനെ പോലെ നോക്കിക്കൊള്ളാന്ന്. കൊണ്ടുപൊക്കോട്ടെ, ജീവനെ പോലെ നോക്കിക്കോട്ടെ. ഇനി നമുക്ക് വേണ്ട ഇവളെ. നീ വാ ശാരദേ. ഏട്ടാ, ആരുമല്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തിനാ നിൽക്കുന്നേ? വാ. വരാനല്ലേ പറഞ്ഞു? ഏട്ടത്തി. എന്താ അച്ഛാ? വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുമോ? എവിടെയായിരുന്നു ഇത്ര നേരം? ജയേട്ടനെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടെങ്കിൽ കണ്ടു എന്ന് പറയണം, കണ്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. യശോദേ, അത് പിന്നെ നമ്മുടെ മോൻ കല്യാണം കഴിച്ചു അല്ലേ? അതും നമ്മുടെ മായി. അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി കൊടുക്കുമോളെ? വേണ്ട വേണ്ട. എന്റെ മോനും മരുമോളും പണ്ടാറോടങ്ങാൻ ഈ വീട്ടിലേക്ക് വരികയല്ലേ?
തുടക്കം ഗംഭീരമാകണം. മനസ്സിലായില്ല. നീ എന്റെ കൂടെ നിന്നാ മതി, ഞാനെല്ലാം ചെയ്തോളാം. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞൂടെ? കാണാൻ പോന്ന പൂരമല്ലേ, കണ്ടു തന്നെ അറിഞ്ഞാ മതി. അമ്മയെ തോൽപ്പിച്ചിട്ട് വിജയശ്രീലാളിതിനായി വരികയാടി എന്റെ മോൻ. കൂടെ ഇത്രയും കാലം ഞാൻ ചീത്ത പറഞ്ഞ ആ വർക്കത്തിട്ട പെണ്ണുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത് അത് പറ. തല്ലി കൊല്ലുക വേണ്ട രണ്ടിനെയും. ഒറ്റയടിക്ക് ഞാനിത് ചെയ്താൽ പോലീസും കോടതിയും കേസുമൊക്കെ ആയിട്ട് ശേഷിക്കുന്ന മനസമാധാനം കൂടി പോകും. തൽക്കാലം ഞാൻ അകത്തേക്ക് കയറ്റാൻ പോവുക ആ അശ്രീകരങ്ങളെ. ചിരിച്ചോണ്ട് കൂടെ നിന്നോണം. ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല അമ്മ എന്താ ചെയ്യാൻ പോണതെന്ന്. സ്വീകരിച്ച് അകത്ത് കയറ്റിട്ട് വിളക്ക് കത്തിച്ച് ഞാൻ അവിടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയൂടി, ആ തലതെറിച്ചവൾ ഈ വീടിന്റെ വിളക്കാണെന്ന്. കൊള്ളാവല്ലോ സംഗതി. വിളക്കും കൊണ്ട് പടികേറി മുകളിൽ പോയി പണ്ടാറം അടക്കം ഞാൻ അവളെ. അതെങ്ങനെ? വിളക്ക് താഴെ വെച്ച് തൊഴുത് നിൽക്കാൻ പറയും. വീടിന്റെ ഐശ്വര്യല്ലേ, വലതുകാല് വെച്ച് കയറി വന്നവളല്ലേ. ഒപ്പം നിർത്തി സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ഞാൻ അവളെ. അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് പുറമേ ചിരിക്കും ഞാൻ, അവസരം കിട്ടുന്നത് വരെ. എന്റെ നെഞ്ചിലെത്തി ചാരം മൂടി കിടന്നോട്ടെ കുറച്ചു നാൾ. പിന്നെ പിന്നെ ആ തീ തന്നെ ചുട്ടെടുത്തോളാം ഞാൻ അവളെ. വന്നുന്നാ തോന്നണത്. കത്തിക്കടി വിളക്ക്. ഈ തീ കൊണ്ട് പൊള്ളിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ട് ആ എണ്ണം കെട്ടവളെ. എന്നാലും അറിയിക്കണ്ടേ അവളെ ഞാൻ ആരാണെന്ന്. ഇപ്പൊന്നും ചെയ്യാൻ പോണ്ട. വന്നിരിക്കല്ലേ സുഖവാസത്തിന്. സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കൊന്ന് ഉമ്മറത്ത് കിടത്തണം അവളെ. തലയ്ക്കൽ ഈ വിളക്കും കത്തിച്ചു വെച്ചിട്ട്. വാ. ആ വന്നുന്നാ തോന്നണത്. കത്തിക്കടി വിളക്ക്. ഈ തീ കൊണ്ട് പൊള്ളിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ട് ആ എണ്ണം കെട്ടവളെ. എന്നാലും അറിയിക്കണ്ടേ അവളെ ഞാൻ ആരാണെന്ന്. ഇപ്പൊന്നും ചെയ്യാൻ പോണ്ട. വന്നിരിക്കല്ലേ സുഖവാസത്തിന്. സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കൊന്ന് ഉമ്മറത്ത് കിടത്തണം അവളെ. തലയ്ക്കൽ ഈ വിളക്കും കത്തിച്ചു വെച്ചിട്ട്. അമ്മ വന്നേ. ഞങ്ങളോട് ക്ഷമിക്കണം.
ചോദിക്കാതെ കല്യാണം നടത്തിയതിന് മാപ്പും തരണം. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അമ്മ ഞങ്ങളോട് ക്ഷമിച്ചല്ലോ. ഏത് തെറ്റിനും മാപ്പ് കൊടുക്കുന്ന ഒരേ ഒരു കോടതിയുള്ളൂ, അമ്മയുടെ മനസ്സ്. നീ അവൾക്ക് മായമോടെ കൈ കൊടുക്കു ചോവേ. ഇനി നീ എന്നും ഈ വീടിന്റെ വിളക്കാവണം. വാ മോളെ. വാ മോളെ. വിളക്കവിടെ വെച്ചേക്കും മോളെ. ഇനി മനമുരുകി പ്രാർത്ഥിക്ക്, നല്ലത് വരുത്തണേന്ന്. ഭഗവാനെ, എന്റെ കുട്ടികൾക്ക് നല്ലത് വരുത്തണേ. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെയാ യശോദയുടെ മനസ്സ് മാറിയത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്രൂരനായ ഒരു കൊലയാളിയായിരുന്നില്ല ഞാൻ. എന്റെ മനസ്സ് മാറിയില്ലേ? ഭരതേട്ടനെ അറിയാഞ്ഞിട്ടാ. അവരൊരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല, ശരിക്കും ഒരു യക്ഷി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മകൻ ജീവിച്ചിരിക്കുമ്പോ ഫോട്ടോയിൽ മാലയിട്ട് വെച്ച ഒരു അമ്മയെ പറ്റി? അവരതും ചെയ്തു. അതിനെന്താ, ഇപ്പൊ നല്ലൊരു അമ്മയായില്ലേ? പഴയതൊന്നും നമ്മൾ ഇനി അവരെ ഓർമ്മിപ്പിക്കരുത്. എന്നാലും അതിശയകരമായിരിക്കുന്നു ഈ മാറ്റം. എന്തായാലും മായ രക്ഷപ്പെട്ടല്ലോ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. ഞാൻ ആശിച്ചതൊക്കെ ഓരോന്നോരോന്നായി സഫലമാക്കി തരുന്നുണ്ട് ഈശ്വരൻ. പ്രാർത്ഥിക്കുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാ എനിക്കൊരു ജോലി കിട്ടണമെന്ന് കൂടി പ്രാർത്ഥിക്കേ. ഇപ്പൊ അതല്ലേ പ്രധാനം. പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഭർത്താവിന് എത്രയും പെട്ടെന്ന് മോക്ഷം കൊടുക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാ ചിലപ്പോ ഞാൻ ചത്തുപോയിന്ന് വരും. അതെന്താ? ഒരാൾക്ക് മോക്ഷം കിട്ടുന്നത് ചത്തുപോകുമ്പോഴല്ലേ? എന്താ, മരിക്കാൻ പേടിയുണ്ടോ ഭരതേട്ടന്? ഉണ്ട്. ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. നിന്നോടൊപ്പം ജീവിച്ച് മതിയായിട്ടില്ല. തൽക്കാലം എനിക്ക് മോക്ഷം വേണ്ട. അച്ഛനിരിക്കുന്നു, ഞാൻ നോക്കിക്കോളാം. എങ്ങോട്ടാ യശോദേ? ഞാൻ ഏടത്തി ഒന്ന് കാണാൻ പോവാ. മായ എവിടെ? മുകളിലുണ്ട്.
എന്നാ അവളെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? ഞാൻ അങ്ങോട്ട് പോകുന്ന യമുനെ ആശ്വസിപ്പിക്കാനാ. അപ്പൊ മായ കൂടെ വന്നാൽ ശരിയാവില്ല. അവള് യമുനയെ കണ്ടൊരു സോറി പറഞ്ഞോട്ടെ യശോദേ. അങ്ങനെ പറയുമ്പോ യമുനയ്ക്ക് മായയോടുള്ള അനിഷ്ടവും മാറിക്കിട്ടില്ലേ? ആദ്യം ഞങ്ങൾ പോയിട്ട് വരാം, പിന്നെ ഒരു ദിവസം മായ പോയി വരട്ടെ ചേനയും കൂട്ടി. ഒക്കെ നിന്റെ ഇഷ്ടം. യമുനയോട് സങ്കടപ്പെടാതിരിക്കാൻ പറയണം. അങ്ങനെ വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. യമുനേട്ടത്തിയുടെ സങ്കടം പെട്ടെന്ന് മാറും അച്ഛാ. അതും ശരിയാണ്. അതും ശരിയാണ് ഇതും ശരിയാണെന്ന് വെറുതെ ഇരുന്ന് പറഞ്ഞാ പോരാ. നിങ്ങൾ ഒരു ദിവസം അവളെ പോയി കാണണം. കാണണമെന്നുണ്ട് യശോദേ. പക്ഷെ എങ്ങനെ അവളെ ഫേസ് ചെയ്യുന്ന ഓർക്കുമ്പോഴാ പാവം പെണ്ണ്. അവിവേകൊന്നും കാണിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫോണിൽ പറഞ്ഞിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ. ആ എന്നാ വേഗം പോയിട്ട് വാ. മായ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അല്ല, എങ്ങോട്ടാ അമ്മ പോകുന്നത്? ഞാൻ ഏടത്തി ഒന്ന് കാണാൻ പോവാ മോളെ. ആ, രാത്രി ഇവിടെ എന്താ ഉണ്ടാക്കേണ്ടത്? എന്റെ മോൾ ഒന്നും ചെയ്യണ്ട, ചോറിരിപ്പുണ്ടാവും. തേഞ്ഞില്ലെങ്കിൽ ഞാൻ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ദേ, പണിയെടുക്കാൻ കൊണ്ടുവന്നതല്ലല്ലോ ഏട്ടത്തി ഇവിടെ. അതൊക്കെ ഞാനും അമ്മയും കൂടി ചെയ്തോളാം. ഓ, ഇന്നേ നല്ലൊരു സിനിമയുണ്ട് കൈരളി ചാനലില്. ഏട്ടത്തി ഇരുന്ന് കണ്ടോളൂ കേട്ടോ. ശരി. ഞങ്ങള് പോയിട്ട് വരട്ടെ മോളെ. ദൂരയാത്രയ്ക്കൊന്നും പോകുന്നതല്ലോ. യാത്ര പറഞ്ഞ് സമയം കളയണ്ട. അച്ഛൻ അസൂയ മോളെ. നിന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അധികമായാൽ അമൃതും വിഷം. കേട്ടിട്ടുണ്ടോ അമ്മയും മോളും? ഉണ്ടേ. വേഗം സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പഴഞ്ചൊല്ലുള്ള കെട്ടഴിക്കും. ഇങ്ങനെ പഴഞ്ചൊല്ലു പറഞ്ഞു തരാൻ ഒരാളുള്ളത് കൊണ്ടാ ഈ കുടുംബം ഇപ്പോഴും സന്തുഷ്ട കുടുംബമായത്. പോട്ടെ. ശരി മോളെ. ശരി. നിനക്കിവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ? എനിക്കിവിടെ സുഖ അച്ഛാ. ഞാൻ കണ്ടിരുന്നു നിന്റെ ഏട്ടനെ. ഏട്ടന് ഇപ്പോഴും എന്നോട് വെറുപ്പാണോ? വെറുപ്പൊന്നുമില്ല. നീ ധിക്കരിച്ചു പോയതിലുള്ള ചെറിയൊരു പരിഭവം. അതും വൈകാതെ മാറിക്കൊള്ളും. പാവ ഏട്ടത്തി അമ്മ ഇപ്പോഴും കരയുന്നുണ്ടാവും എന്നെ ഓർത്ത്. ഹേയ്, അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കിവിടെ സുഖമാണെന്ന്. ഇവിടെ അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇത്രയും നല്ല അമ്മയാണല്ലോ ഞാൻ സംശയിച്ചതും ചീത്ത പറഞ്ഞതും ഒക്കെ. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. അന്ന് അവൾ അങ്ങനെ ആയിരുന്നു മോളെ. ശരിക്കും ഒരു ഭദ്രകാളി. എത്ര പെട്ടെന്നാ നീ ഇപ്പോ കാണുന്ന മഹാലക്ഷ്മിയായി മാറിയത്. ഒക്കെ എന്റെ പ്രാർത്ഥന കൊണ്ടാ. ഏട്ടനും ഏട്ടത്തി അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു മോളെ. അതുകൊണ്ടാ ഈ വീട് നല്ലൊരു കുടുംബമായത്. എല്ലാവരും പറഞ്ഞു പേടിപ്പിച്ചിരുന്നു വലിയ വീട്ടിലെ യശോദ തല്ലി ഇറക്കുമെന്നൊക്കെ. വിചാരിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. ഏടത്തി എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ജയകൃഷ്ണൻ മായ കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് അവളെ താലപ്പൊലിയോടെ സ്വീകരിച്ചു എന്നോ? അതിന് യശോദ രണ്ടാമത് ജനിക്കണം. പക്ഷേ ഇപ്പൊ അവൾ ജയന്റെ ഭാര്യയായിട്ട് നിന്റെ വീട്ടിലുണ്ടല്ലോ യശോദ. അവരുടെ കല്യാണം നടന്നുവെന്നും നീ രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വീകരിച്ചുവെന്നും ഇപ്പൊ ഈ നാട്ടിലൊക്കെ പാട്ടാ. പണ്ട് അമ്മയും മോനും കൂടി എന്നും വഴക്കായിരുന്നല്ലോ വലിയ വീട്ടില്. അതൊക്കെ മറന്നുകൊണ്ട് എങ്ങനെ ധൈര്യം വന്നു നിനക്ക് അവരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും? അതൊന്നും സ്നേഹമല്ല മായി. സ്നേഹിക്കണത് പോലെ അഭിനയിക്കണത് അമ്മ. ഇനി അതൊക്കെ കൊണ്ട് എന്താ കാര്യം? ജയകൃഷ്ണന്റെ ഭാര്യ മായയല്ലേ, യമുനയല്ലല്ലോ. ഇനി എനിക്ക് ജയേട്ടന്റെ കാര്യത്തിൽ അവകാശം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ മായ സമ്മതിക്കോ? അതിന് അവളുടെ സമ്മതം വേണ്ട യമുനെ. ഇപ്പോഴും എന്റെ മനസ്സിൽ നീ തന്നെ അവന്റെ ഭാര്യ. അങ്ങനെ പുറത്തിറങ്ങി ആരോടെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക്? പറഞ്ഞ കേൾക്കുന്നവരൊക്കെ കളിയാക്കി ചിരിക്കില്ലേ? അവള് പറയുന്നത് ശരിയല്ലേ യശോദേ? ഈ ബന്ധം അധിക നാൾ നീണ്ടു നിൽക്കില്ല ഏടത്തി. കൂടി വന്ന ഒരു 6 മാസം. അതിനുള്ളിൽ ഞാൻ അവരെ പിരിക്കും, നോക്കിക്കോ. അങ്ങനെ പിരിക്കാൻ പറ്റുമോ യശോദേ? ജയകൃഷ്ണയുമായി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അവരെന്നില്ല. ആ സ്നേഹം ദൃഢമാണെങ്കിൽ
നിനക്കെന്നല്ല, ലോകത്തിലെ ഒരു ശക്തിക്ക് അവരെ പിരിക്കാൻ പറ്റില്ല. അങ്ങനെ പരസ്പരം പിരിച്ചാലും ജയേട്ടൻ എന്നെ കല്യാണം കഴിക്കില്ലല്ലോ. അപ്പോഴും പറയില്ലേ മുൻപ് പറഞ്ഞതൊക്കെ? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആദ്യം ഞാൻ ആഗ്രഹിക്കുന്ന നടക്കട്ടെ. ഹാ, എങ്ങനെ പിരിക്കാൻ പറ്റുമോ അവര്? അതെനിക്ക് വിട്ടു തന്നേക്ക്. 2 വട്ടവും പ്രതീക്ഷിച്ചതാ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് കരുതി ഒരുപാട് കാലം കാത്തിരുന്നതാ. നടന്നില്ലല്ലോ. അതുപോലെ കാത്തിരുന്ന് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ ഞാൻ? വെറുതെ വേണ്ടാത്ത ഒന്നും പറയണ്ട പെണ്ണെ. ജീവിതം അവസാനിപ്പിക്കാൻ എന്താ അത്ര എളുപ്പമാണെന്ന് കരുതിയോ നീ? നാക്കെടുത്ത് യമുനെടുത്ത് ചാവണ കാര്യം പറയൂ. രണ്ടുപേരും കൂടി അവളെ വിഷമിപ്പിക്കണ്ട. ഗ്യാസിന് തീ പിടിച്ചോ, സ്റ്റൗ പൊട്ടിത്തെറിച്ചോ, ഇപ്പോൾ മരുമകൾ മരിച്ചു പോയാൽ നാട്ടുകാർ സംശയിക്കും. പിന്നെ ആ വിജയൻ, അവൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതൊക്കെ പ്രശ്നങ്ങളാ. അതുകൊണ്ടാ അമ്മ ഇപ്പൊ ഒരു പുതിയ തന്ത്രം പയറ്റി തുടങ്ങിയത്. ഞാനതിനൊരു പേര് വിട്ടിട്ടുണ്ട്, സ്നേഹക്കെണിന്ന്. സ്നേഹിച്ച് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കുവിനെ ജയകൃഷ്ണനെ ഭർത്താവായി വേണ്ടെന്നു. അവള് തന്നെ ഒഴിഞ്ഞു പോയിക്കോളൂ. പക്ഷേ എനിക്ക് സമയം വേണം, 6 മാസം. അതുവരെ ക്ഷമിച്ചൂടെ മോളെ? എനിക്ക് സമയം വേണം, 6 മാസം. അതുവരെ ക്ഷമിച്ചൂടെ മോളെ? എന്റെ ശോഭയുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുക മായ. ഇനി അത് തുടർന്നു പോണം. അമ്മായിയമ്മയും മരുമകളും ഒരാത്മാവും 2 ശരീരവുമാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. ഇന്നേ വരെ ലോകത്ത് ഒരു അമ്മായിമ്മയും ചെയ്യാത്ത സമരമുറി ഇത്. ജയേട്ടന് മാത്രമല്ല, അച്ഛനും സത്യം അറിയില്ല. നിന്റെ കഴുത്തിൽ അണിയിക്കാൻ ഞാൻ വാങ്ങിവെച്ച താലി ഇപ്പോഴും അവിടെയുണ്ട്. കല്യാണ സാരിയും ഭദ്രമായി കാത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴെന്റെ മോക്ക് വിശ്വാസമായോ? ഈ അമ്മായി വരും ഒരു ദിവസം ജയകൃഷ്ണനെ കൊണ്ട്. എപ്പോഴവൻ വരുന്നോ അന്നാ നിന്റെ മിന്നുകെട്ട്. ഹലോ, പഴയ തൻ്റെ ഇടമൊക്കെ എവിടെ പോയി? എങ്ങും പോയിട്ടില്ല. പിന്നെന്താ ഇങ്ങനെ? എങ്ങനെ? ഒരു നാണം. നാണൊന്നുമില്ല, ജയേട്ടന് തോന്നുന്നതാ. ആഹാ, ജയേട്ടൻ കൊള്ളാം. എപ്പോഴങ്ങനെ വിളിച്ചു പഠിച്ചത്? പഠിച്ചതൊന്നുമില്ല, എപ്പോഴും അങ്ങനെയൊക്കെ വന്നു പോയതാ. എന്നാലും എനിക്കിഷ്ടമായി. ഭാര്യമാരെ ഭർത്താക്കന്മാരെ പേരെടുത്ത് വിളിച്ചൂടാ? ജയേട്ടൻ ഏത് കാലത്താ ജീവിക്കുന്നത്? അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ എടാ പോടാന്നൊക്കെ വിളിക്കുക. കാലം മാറിയാലും റൊമാൻസിന് എപ്പോഴും ഒരു പൈങ്കിളി സ്വഭാവമുണ്ട്. നമ്മുടെ പ്രേമവും അങ്ങനെ ആയിരുന്നില്ലേ? അത് പ്രേമമായിരുന്നോ? ഒരു ചവിട്ട് നാടകമായിരുന്നില്ലേ? എത്ര തവണ കിട്ടി എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്നുള്ള ചൂടുള്ള സമ്മാനം. എന്നാലെന്താ, ആഗ്രഹിച്ചതുപോലെ നിന്നെ കിട്ടിയില്ല എനിക്ക്. ഇവിടുത്തെ അമ്മയുടെ മനസ്സ് മാറിയതുപോലെ എന്റെ ഏട്ടന്റെ മനസ്സുകൂടി മാറിയിരുന്നെങ്കിൽ എത്ര സന്തോഷായേനെ. നീ വിഷമിക്കൊന്നും വേണ്ട. അപ്പോഴത്തെ ദേഷ്യത്തിന് ഏട്ടൻ അങ്ങനെ പറഞ്ഞതല്ലേ. നിന്നെ എത്ര ദിവസം കാണാതിരിക്കാൻ പറ്റും? ചേച്ചി പോയിട്ട് ഏട്ടന്റെ മനസ്സ് മാറിയിട്ടില്ല. എന്നോട് മാത്രമായിട്ട് എങ്ങനെ ക്ഷമിക്കും? അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി നമ്മുടെ കാര്യം പറയാം. നമ്മുടെ കാര്യോ? രണ്ടു വീട്ടുകാരും തമ്മിൽ വഴക്കായിരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ. സ്നേഹം ഒരു ആഘോഷാണോ? സംശയം എന്താ? ഒരാഴ്ച ഹണിമൂൺ, അത് നമുക്ക് ഊട്ടിയിലായാലും. ഒക്കെ ജയേട്ടന്റെ ഇഷ്ടം. ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല. അതൊന്നും പറ്റില്ല. പരസ്പരം മനസ്സ് പങ്കുവച്ച് ജീവിക്കാൻ പോവാം നമ്മൾ. അവിടെ എന്റെ നിന്റെ എന്നൊന്നുമില്ല, എല്ലാം നമ്മുടെ. ജയേട്ടന്റെ അമ്മയുടെ മനസ്സ് മാറിയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഒരു സ്വപ്നം കാണുന്ന പോലെയുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. മകൻ ചത്തുപോയെന്ന് പറഞ്ഞടന്നിരുന്ന ആളാ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഇതുവരെ കാണാത്ത
വലിയ വീട്ടിലെ യശോദയുടെ പുതിയ മുഖം. അമ്മ യശോദാന്നൊന്നും വിളിക്കരുത്, പാപം കിട്ടും. ആഹാ. ആ